വേണ്ടിയാണ് അല്ലെ? അഭയാർത്ഥി ക്യാമ്പുകളിൽ കലപില ശബ്ദം മുഴക്കുന്ന പാത്രങ്ങൾ പരസ്പരം കൂട്ടിയുരസുമ്പോ അവരുടെ ഉള്ളാണ് ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അടുത്താണ് ഈജിപ്തിന്റെ കടപ്പുറത്ത് നിന്ന് കുറച്ചു കുട്ടികളെ അവരുടെ വാട്ടർ ബോട്ടിലുകളെ കാലിയാക്കിയിട്ട് അവരുടെ വീടിന്റെ സ്റ്റോറൂമുകളിൽ പോയി അവിടെ നിന്ന് കുറച്ച് ഗോതമ്പ് മണികൾ, അരിമണികൾ, ധാന്യമണികള് ഇത്തിരി പോന്ന കൊച്ചു വാട്ടർ ബോട്ടിലുകളിൽ ശേഖരിച്ചിട്ട് അതിന്റെ മൂടിയിട്ട് ഗാസയുടെ ഫലസ്തീനിന്റെ തൊട്ട അയൽ രാജ്യമായ ഈജിപ്തിന്റെ കടപ്പുറത്തെ തിരമാല കുട്ടികളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഈജിപ്തിലെ ഫലസ്തീൻ കുട്ടികളുടെ അയൽ രാജ്യക്കാരായ ഈജിപ്തിലെ കുട്ടികളെ ആ വാട്ടർ ബോട്ടിലുകളിൽ കൊച്ചു കൊച്ചു ചെറിയ ബോട്ടിൽ കുപ്പികളിൽ, പ്ലാസ്റ്റിക് കുപ്പികളിൽ അരിയും ഗോതമ്പ് മണികളും ശേഖരിച്ചിട്ട് ഈജിപ്തിന്റെ കടപ്പുറത്തെ തിരമാലകളിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് കുട്ടികൾ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു ആ വീഡിയോ ക്ലിപ്പിൽ. എന്താ പറയുന്നത്? പ്രിയപ്പെട്ട ഈജിപ്തിലെ തിരമാലകളെ, ദയവ് ചെയ്ത് ഞങ്ങൾ എറിഞ്ഞു തന്നിരിക്കുന്ന ഈ കൊച്ചു കുപ്പികളിലുള്ള ധാന്യമണികള് വൈകാതെ നിങ്ങൾ തിരതല്ലി തിമർത്ത് ഗസയുടെ ഫലസ്തീനിന്റെ തീരപ്രദേശങ്ങളിലെ പട്ടിണി പേക്കോലങ്ങളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹവാസികളായ സഹജീവികളായ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങന്മാർക്ക്, കുഞ്ഞനുജന്മാർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ ചോദിക്കട്ടെ. ആ തിരമാലകൾ ഈ കടപ്പുറത്ത് നിന്ന് ഈ കുട്ടികൾ ഈജിപ്തിന്റെ കടപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത ഈ ധാന്യമണികളെ ഫലസ്തീനിന്റെ തിരമാലകളായിട്ട് അല്ലെങ്കിൽ കടപ്പുറത്തേക്ക് എത്തിച്ചു കൊടുക്കുമെന്നുള്ളതിൽ എന്ത് നിശ്ചയമാണ്, എന്ത് ഉറപ്പാണ് നമുക്കുള്ളത്? പിന്നെ എന്തിന്റെ പുറത്താണ്? ഇനി അഥവാ അത് തിരതല്ലി ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിന്റെ കടപ്പുറത്ത് എത്തിച്ചേർന്നാൽ തന്നെ അത് ഫലസ്തീനിലെ എത്ര കുട്ടികളുടെ വിശപ്പടക്കാൻ പര്യാപ്തമാണ്. ഇത്തിരി പോന്ന കുഞ്ഞൻ ബോട്ടിലുകളിലുള്ള ഈ ധാന്യമണികളെ കൊണ്ട് ആരുടെ വയറ് നിറയാൻ, ആരുടെ പശി അടക്കാൻ? പിന്നെ എന്തിനാണ്? അത് ഒരു മെസ്സേജ് കൺവേ ചെയ്യലാണ്. ഞങ്ങൾ വിശപ്പിന്റെ കൂടെ നിൽക്കുകയാണ്, ഞങ്ങൾ ഫലസ്തീനികളുടെ വികാരത്തിന്റെ കൂടെ നിൽക്കുകയാണ്. കരുനാഗപ്പള്ളിയിലെ ഇന്നിന്റെ സായന്തനത്തോളം ലോകത്ത് ഉടയ തമ്പുരാനാകുന്ന പരിശുദ്ധ നാഥനായ റബ്ബിന്റെ മാലാഖമാർ പൊരുത്തപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സുഹൃത സമ്പന്നമായ സദസ് ഏതാണ് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിവിടെ കുറച്ച് ആളുകള് ഈ ഒരു സായന്തനത്തിൽ അസ്തമാന സൂര്യന്റെ മഞ്ജുള കന്തളങ്ങളെ സാക്ഷിയാക്കിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടിയത് കൊണ്ട് ഖാൻ യൂനിസിൽ, ഗസയിൽ, ഫലസ്തീനിൽ എന്ത് പ്രതിധ്വനിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ചിലരെങ്കിലും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലേ? നമുക്ക് നാളെ പറയാൻ ഒരുപാട് മറുപടികളുണ്ട്. മഹ്ശറാ വൻസഭയിലെ രായ്ക്ക് രാമാനം പട്ടിണിയോട് പരിവട്ടയോട് പോരാടിയിട്ട് അവസാനം മരണത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് മന്ദസ്മിതം തൂക്കി നക്ഷത്രങ്ങളെ പ്രണയിച്ചിട്ട് സ്വർഗത്തെ കിനാവ് കണ്ട് നടന്നുപോയ ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികള് സിറാത്ത് പാലം കടക്കാനിരിക്കുമ്പോ ഈ കൂടിയ നമ്മളെ കണ്ടിട്ട് നാഥനായ റബ്ബുൽ ഇസ്സത്തിനോട് പറയും, തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച, ഞങ്ങൾക്ക് ദുനിയാവിൽ ശിപാർശകരായവരാണ് അവര്, അതുകൊണ്ട് ഞങ്ങളുടെ ശിപാർശയിൽ ഒരു ഇടം അവർക്ക് കൂടി കൊടുക്കണേ എന്ന് അല്ലലില്ലാതെ, ശിപാർശയില്ലാതെ, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം കടന്നു പോകുന്ന ഫലസ്തീനിലെ മക്കള് നമ്മുടെ ഓരം പറ്റി നിന്നിട്ട് നമുക്ക് വേണ്ടി ശബ്ദിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, കാലം ഒന്നിനും മറുപടി കടക്കാതെ കടന്നുപോയിട്ടില്ല. അതിനാണ് പോയറ്റിക് ജസ്റ്റിസ് എന്ന് നമ്മൾ പറയാറുള്ളത്, അഥവാ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ ഫലസ്തീനിലെ ഉമ്മമാരുടെ ഒരു ദയാവായ്പിനെ പറ്റി നമ്മളൊന്ന് അന്വേഷിച്ചു നോക്ക്. പട്ടിണി ഇങ്ങനെ കിടക്കുകയാണ്. 8 വയസ്സുള്ള ഒരു കുട്ടി വളഞ്ഞുപോയി കൊഞ്ചിന്റെ രൂപത്തിലായിട്ടുണ്ട്, എന്നിട്ട് എല്ലും തോലുമായിട്ടുണ്ട്, കൃഷഗാത്രനായിട്ടുണ്ട്, ഒരു അസ്ഥിപഞ്ചരമായിട്ടുണ്ട്. ആ കുഞ്ഞുമോൻ മാതാവിനോട് ചോദിക്കാൻ, മാസങ്ങളായി ഭക്ഷണം കിട്ടിയിട്ട് അവസാനം ഉമ്മയുടെ മുഖത്ത് നോക്കി ദൈന്യതയോടുകൂടെ നിസ്സഹായനായ ആ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഉമ്മ, ഭക്ഷണം കിട്ടാതെ ഇനി ഞാൻ മരിച്ചു പോകുമോ? സമാനമായ ഭയം, സമാനമായ ആകുലത വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മാതാവ് അതിന് എന്ത് മറുപടി കുട്ടിയോട് പറയും? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലേ? അവസാനം ഒരു മാതാവ് പറയുന്നുണ്ട്, ഗസയിൽ പറയുന്നുണ്ട്, ഉടയ തമ്പുരാനെ, ഇസ്രായേല് ക്രൂരനായ ഇസ്രായേല് പട്ടാളക്കാരന്റെ വെടിയുണ്ട ഏറ്റിട്ടാണ് എന്റെ കുഞ്ഞ് പെടഞ്ഞു മരിക്കുന്നത് എങ്കിൽ ആ വെടിയുണ്ട എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ തറച്ചിട്ട് മരിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥനയെന്ന് ഗസയിലെ ഒരു മാതാവ് അന്തരീക്ഷത്തിന്റെ ഗഗനവിധാനങ്ങളിലേക്ക് 2 കൈയും അടർത്തി തുറന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണത്?
ഇസ്രായേൽ പട്ടാളക്കാരന്റെ വെടിയുണ്ട ഏറ്റിട്ടാണ് എന്റെ കുട്ടിക്ക് മരിക്കാൻ വിധി കാലം നിയോഗിച്ചത് എങ്കിൽ ആ വെടിയുണ്ടകൾ എന്റെ കുഞ്ഞിന്റെ വയറ്റിലോട്ട് തറക്കട്ടെ. എന്തിനാണ്? അങ്ങനെയെങ്കിലും കാലിയായ വയറുമായിട്ട് എന്റെ കുഞ്ഞ് അന്ത്യശ്വാസം വലിക്കേണ്ടി വരാതിരിക്കട്ടെ എന്ന് ഒരു ഉമ്മ പറയാൻ. വിശപ്പിന്റെ ഉൾവിളിയുടെ ആകുലത, ഒരു വിശപ്പിന്റെ ദൈന്യതയുടെ ആധിയുടെ വ്യാപ്തി എത്രമാത്രം തീവ്രമാണ് എന്ന് ഗാസയിലെ ഈ മാതാവിന്റെ നൊമ്പരപ്പെടുത്തുന്ന പ്രാർത്ഥനാ വചനങ്ങള് എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. പട്ടിണി ഒരു വികാരമാണ്. ആരാ? ഈ വികാരത്തിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ വിവേകിയാകുന്നത്. ആരാ വിവേകി എന്ന് കുമാരനാശാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമരേ വിവേകികൾ. ആരാണ് വിവേകി എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ മഹാകവിത്രയങ്ങളിൽ പ്രധാനിയായ ഉള്ളൂരിന്റെ കൂടെ വള്ളത്തോളിന്റെ കൂടെ കവിത്രയങ്ങളിൽ പ്രഥമ പരിഗണനീയനായി പോയ കുമാരനാശാൻ മലയാളിക്ക് പാടിത്തരുന്നുണ്ട്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അന്യജീവനെ ഉതകിയിട്ട് സ്വന്തം ജീവിതത്തെ ധന്യമാക്കുന്നവരാണ് അമലേ. പ്രിയപ്പെട്ടവളെ, വിവേകി എന്ന് പറയുന്നത് ഈ കൊല്ലത്തിന്റെ നമ്മളിങ്ങനെ പിന്നിട്ട് കൊല്ലം കുത്തിയം കഴിഞ്ഞു പോയാല് പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആറ്റിങ്കലിലേക്ക് പോകുമ്പോ ആ പാരിപ്പള്ളിയിൽ നിന്ന് കേരളത്തെ പുളകം കൊള്ളിച്ച വളരെ മനോഹരമായ ഒരു വൃത്താന്തം 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു സന്ധ്യാ നേരത്തെ മലയാളക്കര എതിരേൽക്കുകയുണ്ടായി. എന്തായിരുന്നു സംഭവം? തന്റെ ബൈക്കിന്റെ പിറകിൽ ഒരു മീൻ പെട്ടി, മത്സ്യത്തിന്റെ ബോക്സ്